സംസ്ഥാനത്തെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ടി.വി. ഇബ്രാഹിം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. മന്ത്രി വീണ ജോർജ് മറുപടി പറയുന്നു. കളക്ടർമാരുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. ഇതുകൂടാതെ പ്രാദേശികമായി ഓരോ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ സർവൈലൻസ് ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ പകർച്ചവ്യാധി കേസുകളുടെ നിരക്കും സാന്ദ്രതയും വിലയിരുത്തി തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നൽകുന്നതിനും നടത്തുന്നതിനും ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനവും ഓരോ വിഭാഗങ്ങളിലായി തുടർച്ചയായി നൽകി വരുന്നുണ്ട്. സർ, മഴക്കാല രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും നിയന്ത്രിക്കുന്നതിനും ഇടപെടലുകൾ നടത്തുന്നതിനുമായി 21/5/2024 ആരോഗ്യ വകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീം അഥവാ ദ്രുതകർമ്മസേനയ്ക്ക് രൂപം നൽകുകയും അന്നു മുതൽ RRT സംസ്ഥാനത്ത് നിരീക്ഷണ ഇടപെടൽ പ്രവർത്തനങ്ങൾ ഇതിനായി പ്രത്യേകം നടത്തുകയും ചെയ്തു വരുന്നുണ്ട്. ഡയറക്ടറേറ്റിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്. സർ, ഇതുകൂടാതെ തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ കാലഘട്ടത്തിൽ 21,355 ക്ലീനിംഗ് ഡ്രൈവുകൾ നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈ ഡേ ആചരണം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി അതും നടന്നു വരുന്നുണ്ട്. തദ്ദേശ വകുപ്പ് 26 ലക്ഷത്തിലധികം കിണറുകളിൽ ക്ലോറിനേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സർ, പ്രാദേശികമായി ഡെങ്കി ഹോട്ട്സ്പോട്ടുകളുടെ വിവരങ്ങൾ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർക്ക് നൽകുകയും തദ്ദേശ സ്ഥാപന മേധാവികൾക്ക് കൈമാറുകയും ചെയ്തുകൊണ്ട് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ച് ഉറവിട നശീകരണം, വെക്ടർ കൺട്രോൾ ഉറപ്പാക്കുന്നതിന് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് 2013-ലും 2017-ലുമാണ് സർ മേജർ ഡെങ്കി ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായത്. നമ്മൾ ചാക്രിക വർധനവ് പ്രതീക്ഷിച്ച വർഷം 2021 ആണ്. പക്ഷേ കോവിഡിന്റെ സാഹചര്യത്തിൽ 2021-ൽ നമുക്ക് ഡെങ്കി ഔട്ട്ബ്രേക്ക് ഉണ്ടായില്ല. അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ട് 2023 എന്ന് നമ്മൾ കണക്കാക്കുന്നതിന് കാരണം 2013-ലും 2017-ലും കേരളത്തിൽ ഡെങ്കി ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോൾ ഡെങ്കി ഔട്ട്ബ്രേക്ക് ഉണ്ടായ ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിൽ വലിയ ഔട്ട്ബ്രേക്കാണ് സാർ ഉണ്ടായിട്ടുള്ളത്. ശ്രീലങ്കയിൽ, ബംഗ്ലാദേശിൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗങ്ങളിൽ, അതോടൊപ്പം സൗത്ത് അമേരിക്കയിൽ ഒക്കെ വലിയ രീതിയിലുള്ള വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായി. പക്ഷേ 2023-ലും 2024-ലും കൃത്യമായ ഇടപെടലുകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലുള്ള ഒരു ഔട്ട്ബ്രേക്ക് സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കുന്നതിന്, അത് പിടിച്ചു നിർത്തുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർ, മെയ് മാസത്തിൽ പെയ്ത അതിതീവ്ര മഴയെ തുടർന്ന് വലിയ തോതിൽ എലിപ്പനി കേസുകൾ ജൂണിൽ സംസ്ഥാനത്ത് ഉയരാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യമായ അവബോധ പ്രവർത്തനങ്ങളുടെയും ഡോക്സിസൈക്ലിൻ പ്രതിരോധ ഗുളികകളുടെ സൗജന്യ വിതരണത്തിലൂടെയും ഉപയോഗത്തിലൂടെയും ജൂണിലെ ലെപ്റ്റോ ഔട്ട്ബ്രേക്ക് തടയാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. കൊതുകുജന്യ രോഗങ്ങൾ തടയുന്നതിന് വിദ്യാലയങ്ങൾ, ജോലിസ്ഥലങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരണം നടത്തുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാന്യനായിട്ടുള്ള തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പും ശുചിത്വ സമിതിയും ചേർന്ന് കണ്ടെത്തിയിട്ടുള്ളതായിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളിൽ തീവ്ര ശുചീകരണ പ്രവർത്തനങ്ങളും കൊതുകിന്റെ ഉറവിട നശീകരണം, ഫോഗിംഗ്, സൂപ്പർ ക്ലോറിനേഷൻ തുടങ്ങിയ കാര്യങ്ങളും അതാത് പ്രദേശങ്ങളിൽ തദ്ദേശ വകുപ്പുകളുടെ നേതൃത്വത്തിൽ, തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. സർ, പ്രാണിജന്യ രോഗ നിയന്ത്രണത്തിനായി പ്രത്യേക പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് H5N1 പക്ഷിപ്പനി. സംസ്ഥാനത്ത് ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടി പറയുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.